ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങോട്ടായിരുന്നു പോകുന്നേ? ഞങ്ങള് വെള്ളിമണ് പോവാണ്, എൻ്റെ അമ്മയുടെ അടുത്ത്. നമ്മുടെ വീട്ടിലെ പുളിമരത്തിൻ്റെ പകുതി മുറിച്ചിട്ടുണ്ട്. ഈ പുളിയുടെ ഇല വീണിട്ട് തുരുമ്പിക്കുന്നു, അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഇല ഉള്ളതെല്ലാം മുറിച്ച് കളഞ്ഞത്. നമ്മൾ ബസ് ഇറങ്ങി ചെന്നത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. അവിടുത്തെ അമ്മൂമ്മ മരിച്ച് സഞ്ചായനിയായിരുന്നു. നമ്മളങ്ങനെ അവിടെയാണ് ചെന്നത്. അവിടെ അപ്പൂപ്പനുണ്ടായിരുന്നു. അങ്ങനെ അപ്പൂപ്പനുമായിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് പിന്നെ കുറച്ച് ദൂരേ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ചെന്നിറങ്ങിയത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണ് കേട്ടോ. സ്വാമിക്കട എന്നാണ് കേട്ടോ പേര്. നമ്മൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 70 വർഷം എങ്ങാണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു നീല സിപ്പപ്പ് മേടിച്ച് കുടിക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ചെറിയ പുളിപ്പ് ഫ്ലേവർ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. യെസ്, നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയാണ്, പുളി. ഇതിന്റെ ഫ്ലേവർ ഏതാന്ന് മനസ്സിലായില്ല, പക്ഷെ നല്ല പുളിയുണ്ട്. രണ്ടിന്റെ സിപ്പപ്പാണേ. നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോ ഇവിടെ കടലാസ് പൂ ഉണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മളിത് അമ്മൂമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അമ്മൂമ്മയുടെ വീട്. നമ്മൾ വെക്കേഷന് വന്നിട്ടുള്ള വ്ളോഗ് ഇട്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ കാണാൻ. നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അടിപൊളി സ്ഥലങ്ങളിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാനും അതിഥിയും കൂടെ അപ്പുറത്ത് വല്യമ്മച്ചിയുടെ വീട്ടിൽ പോയി കേട്ടോ. തൊട്ടപ്പുറവും ഇപ്പുറവും ആണ്. ഞങ്ങൾ വാമിമോടെ വീട്ടിൽ പോയിട്ട് വന്നതാണേ. വാമിമോളാണെങ്കിൽ അമ്മയുടെ വല്യമ്മച്ചിയുടെ മോൻ്റെ മോളാണ് കേട്ടോ വാമിമോള്. അപ്പോൾ അതിഥിയേക്കാളും 1 വയസ്സ് മൂത്തതാണേ. ഇപ്പം ഞാൻ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അമ്മുമ്മ. എൻ്റെ മിക്ക വ്ളോഗിലും അമ്മയെ കാണാറുണ്ട് കേട്ടോ. പിന്നെ അമ്മുമ്മ നമ്മളിവിടെ വരുന്ന വ്ളോഗിലെല്ലാം അമ്മുമ്മയും കാണാറുണ്ട്. ചോറ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാല് കുടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ രാവിലെ പോയി വൈകിട്ട് വരികയാണ് കേട്ടോ. ജസ്റ്റ് അമ്മുമ്മയും അപ്പൂപ്പനെയും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ആൻറ്റി ഉണ്ട് കേട്ടോ. ആ ആൻറ്റിയുടെ വീട്ടിലാണെങ്കിൽ ഗായത്രി എന്നാണ് കേട്ടോ പേര്. അപ്പം ആ ആൻറ്റിയുടെ അവിടുത്തെ പൂച്ചയാണ് ദിക്കു എന്നാണ് പേര് കേട്ടോ. അപ്പം ആദ്യം അതിഥി വന്നപ്പം അതിഥി അതിൻ്റെ അടുത്തൊന്നും പോയില്ല, പക്ഷെ പിന്നെ അവർ തമ്മിലങ്ങ് കൂട്ടായി. ഇതുവരെ ബസ് വന്നില്ല, നമ്മൾ ബസ് കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അമ്മയുടെ വീട് കുണ്ടറയാണ്, അച്ഛൻ്റെ വീടാണെങ്കിൽ കൊട്ടാരക്കര കുളക്കടയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ബസ്സിൽ നിന്ന് വീഡിയോ എടുക്കാനുള്ള കാര്യം മറന്നുപോയി, വീഡിയോ എടുക്കുന്നെന്നുള്ള കാര്യം മറന്നുപോയായിരുന്നേ. പിന്നെ അവിടെ KSRTC ബസ്സിലാണ് വന്നത്. അതിനകത്ത് മൊത്തം തിരക്കായിരുന്നു. അപ്പം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ വരുന്ന വഴിക്കാണെങ്കിൽ പൊറോട്ടയും ബീഫും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് അത് കഴിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരാം. അപ്പോഴേക്കും ബൈ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അടങ്ങിയിരിക്കും അപ്പുചേട്ടൻ.